ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ. അതായത് പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മം തൊട്ടിട്ടുള്ളതാണ് പറയുന്നത്. ഇത് 28ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇതുവരെ കണ്ടത് പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ഒരു ബലം, പ്രേരക ബലം പ്രപഞ്ചം മുഴുവൻ തരംഗരൂപത്തിലും അങ്കീരസ്സുകളായിട്ട് അല്ലെങ്കിൽ കണങ്ങളായിട്ടും വ്യാപിച്ചു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു. ആ അങ്കീരസ്സുകൾ എന്ന കണങ്ങൾ ഊർജവും ആണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതേ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടി ഇനി നടത്തേണ്ടത്. അപ്പോൾ സൃഷ്ടി നടത്താനുള്ളത് കുറേ കണങ്ങളാണ്. ആ കണങ്ങളിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം പെടും. അതാണ് അങ്കീരസ്സുകൾ എന്ന് പറയുന്നത്. അങ്കീരസ്സുകൾ പലതരത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ഇലക്ട്രോണിനെ പറ്റിക്കുള്ള കുറേ പരാമർശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് 2 ക്ലാസ്സിലൂടെ പറയുകയാണ്. കാരണം ഗോക്കളെപ്പറ്റി പറയുന്ന സൂക്തങ്ങളാണ്. നമുക്കറിയാം വേദവരികൾക്ക് പല അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും എഴുതി പിടിപ്പിക്കണ്ടെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ വേണം. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമാനമായ ചില കാര്യങ്ങൾ എടുത്തിട്ട് അത് ഛന്ദസ്സുകളുടെ ഒരൊറ്റ സൂക്തം കൊണ്ട് 3, 4, 5 വിഷയങ്ങളെല്ലാം കയ്യിൽ പറഞ്ഞേക്കും. അപ്പൊ ഏതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മളത് ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ പല ഛന്ദസ്സുകൾ അപ്പോൾ എഴുതി കാണും. ആ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഈ വരികളെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വിഷയത്തെ പറ്റിയാണ് പറയുന്നത്, കെമിസ്ട്രീനെ പറ്റിയാണോ, ഫിസിക്സിനെ പറ്റിയാണോ, അല്ല രാഷ്ട്രീയമാണോ, അല്ല കുടുംബകാര്യമാണോ, എന്താണ് പറയുന്നത് എന്നുള്ളത് ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ നോക്കണം. ഉദാഹരണമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗോക്കള്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഗോക്കള് എന്ന് പറയുമ്പോൾ പശുവായിട്ട് മാത്രം എടുക്കരുത്. ഭൂമിയെ ഗോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭൂമി പശുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഭൂമിനെ പറ്റിയാണോ പറയുന്നത്? സാധാരണ പശുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ പശു എന്ന് പറയുന്ന മൃഗവും ആകാം, മൃഗങ്ങൾ എന്ന നിലയിലും ആകാം. അതുമാത്രമല്ല വേദത്തിലെ പ്രധാനപ്പെട്ട ഗോക്കള് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണാണ്. എന്താണ് ഈ ഭൂമിയും ഇലക്ട്രോണും പശുവും തമ്മിലുള്ള ബന്ധം? അത് ഛന്ദസ്സിലൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു വരി കൊണ്ട് 3 കാര്യങ്ങളും പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് പശുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഭക്ഷണങ്ങൾക്കും, ശരീരത്തിന് വേണ്ട എല്ലാ സാധനവും പാലിൽ നിന്ന് കിട്ടും. ഭക്ഷണം കഴിക്കാതെ തന്നെ പാലിനെ ആശ്രയിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ടും കിട്ടും. പാല് മാത്രം. അവൻ കുട്ടികൾക്കെല്ലാം പാല് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഒരു പശു തന്നെ, പശുക്കുട്ടി തന്നെ ഈ പാല് കുടിച്ചിട്ടാണ് എത്രയോ കാലം വളരുന്നത്. മനുഷ്യരും അത് തന്നെ ആയിട്ട്. അപ്പം നമ്മളെ ശരീരത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം നൽകുന്ന ഒരു വസ്തുവാണ് പശുവിൻ്റെ പാല്. അതുകൊണ്ടാണ് പുരാണ കഥകളിലെല്ലാം പശു നമുക്ക് എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയുമ്പോൾ കഥയിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലും എല്ലാം വെക്കും. ഇപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആ പശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ലഡുവാന്ന് പറയുമ്പോൾ ലഡു വരും, ജിലേബി എന്ന് വരുമ്പോൾ ജിലേബി വരും, ബിരിയാണി വരട്ടെ എന്ന് വരുമ്പോൾ ബിരിയാണി വരും. എല്ലാം വരുന്ന ആ അർത്ഥമല്ല. കഥയിൽ അങ്ങനെ കിടക്കും. പക്ഷെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ വസ്തുക്കളെല്ലാം പാലിൽ നിന്ന് കിട്ടും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഭൂമിയും പശുവാണ്. നമുക്ക് എന്തെല്ലാം വേണ്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടും. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പശുവിൽ നിന്ന് പാല് കിട്ടുന്നത് പോലെ ഭൂമിയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. അപ്പം പശു എന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ട് എടുക്കാം. പക്ഷേ ഛന്ദസ് വെച്ച് ഏതിനെ പറ്റിയാണ് പറയുന്നത്? ഗോ എന്നേ പറയുള്ളൂ.
അത് ഭൂമിയെ പറ്റിയാണോ പശുവിനെ പറ്റിയാണോ എന്നുള്ളത് നമ്മൾ ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. ഇനി അതേപോലെയുള്ള ഒരു സംഗതിയാണ് ഇലക്ട്രോൺ. പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മത്തിന് പിന്നിലുള്ളത് ഇലക്ട്രോണാണ്. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം ഇലക്ട്രോണിൻ്റെ സംഭാവനയാണ്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. എന്തെല്ലാം നമ്മുടെ ശരീരത്തിന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിൻ്റെ പിന്നിലെല്ലാം ഉള്ള പ്രേരക ശക്തി ഇലക്ട്രോണാണ്. വൈദ്യുതി, ഒരു രാസപ്രവർത്തനങ്ങൾ, ഒരു വസ്തു വേറൊന്നാണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ, അല്ലാതെ അവർക്ക് മനസ്സിലാവില്ല. കാരണം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരു ആൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകും. അല്ലാതെ അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഭൂമിയെക്കാളും പാലിനെക്കാട്ടിയും പ്രധാനം ഇലക്ട്രോണാണ്. ഇതെല്ലാം നൽകുന്നതും ഇലക്ട്രോണാണ്. പാല തരുന്നതാകട്ടെ, ഭൂമിയിലുള്ള ഭൂമി ഉണ്ടായത് തന്നെയാകട്ടെ ഇലക്ട്രോണിൻ്റെ സംഭാവനയാണ്. അതുകൊണ്ട് പറയുന്നത് ഇലക്ട്രോണിനെ പറ്റിയാണോ ഭൂമിയെ പറ്റിയാണോ മനുഷ്യരെ പറ്റി അല്ല പശുവിനെ പറ്റിയാണോ എന്നുള്ളത് ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കണം. ഇനി വരുന്ന സൂക്തങ്ങളിലെല്ലാം 3 ഛന്ദസ്സുകളുണ്ട്. വേറെ ഛന്ദസ്സാണെങ്കിൽ വേറെയിലും വരും. പക്ഷെ ഇവിടെ 3 ഛന്ദസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പശുവിനെ എടുക്കാം, ഭൂമിയെ എടുക്കാം. പ്രധാനം വേദങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇലക്ട്രോണാണ്. നമുക്കിനി ഓരോ സൂക്തത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒരു 2 ക്ലാസ്സുകൾ ഇതിനെ ഇലക്ട്രോണിനെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കും. അത്രേ പറയുള്ളൂ. ബാക്കിയുള്ളതെന്ന് റെപ്പിറ്റേഷൻ ആയതുകൊണ്ട് വേറെ തരത്തിലെല്ലാം പറയുന്നതാണ്. അതെല്ലാം അതാതിടത്ത് പറയേണ്ടടുത്ത് പറയും. ഇപ്പം തെർമോകപ്പിളിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2 കമ്പികൾ യോജിപ്പിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെല്ലാം അവിടെയെല്ലാം വരുമ്പോൾ ഈ ഇലക്ട്രോണിനെ പറ്റി നമ്മളവിടെ പ്രത്യേകം എടുത്ത് പറയും. ഇവിടെ നമ്മൾ ഈ ഇലക്ട്രോണിൻ്റെ കുറേ സ്വഭാവങ്ങൾ, നമ്മൾ ആ ഇലക്ട്രോണാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിറഞ്ഞിരിക്കുന്ന കണങ്ങളിൽ പെട്ടത്. അതുകൊണ്ട് ആ ഇലക്ട്രോണിനെ പറ്റി ഇവിടെ കുറച്ച് പറയുകയാണ്. അപ്പം നമുക്കൊരു സൂക്തം ആദ്യം ഓരോ സൂക്തമായിട്ട് നോക്കാം. ഋഗ്വേദം മണ്ഡലം 4 സൂക്തം 58 4. ഋഷി വാമദേവൻ, ദേവത അഗ്നി, സൂര്യൻ ജലം, പശു നെയ്യ്. ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്. ത്രിധാഹിതം പണിഫിർഗുഹ്യമാനം ഗവിദേവാസോ കൃതം അന്വവിന്ദൻ. ഇന്ദ്ര ഏകം സൂര്യ ഏകം ജജാന വേനാദേകം സ്വധയാ നിഷ്ഠതക്ഷോ. പണികൾ ഗോക്കളിൽ ദുക്തം, തൈര്, കൃതം എന്നീ 3 പദാർത്ഥങ്ങളും സ്ഥാപിച്ചു. ഇന്ദ്രൻ ക്ഷീരത്തെയും സൂര്യൻ തൈരിനെയും ദേവകൾ അഗ്നിക്ക് നൽകാനായി കൃതത്തെയും സൃഷ്ടിച്ചു. ഇവിടെ സൂര്യൻ തൈരിനെയും ഇന്ദ്രൻ ക്ഷീരത്തെയും ദേവകൾ അഗ്നിയെയും അഗ്നിക്കായി കൃതത്തെയും സൃഷ്ടിച്ചു. അപ്പം സൂര്യനും തൈര്, ഇന്ദ്രൻ ക്ഷീരം, ദേവകൾ അഗ്നിക്കായിട്ട് കൃതത്തെയും സൃഷ്ടിച്ചു. പണികൾ അത് 3നെയും ഗോക്കളിൽ നിക്ഷേപിച്ചു. പണികൾ എന്ന് പറയുമ്പോൾ ഇതിനെയെല്ലാം എടുത്തിട്ട് ആണ് ഗോക്കളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇപ്പം ഗോക്കളിൽ എന്തെല്ലാം ഉണ്ട്? തൈരുണ്ട്, ക്ഷീരമുണ്ട്, അഗ്നിയുണ്ട്, ഊർജമുണ്ട്. അത് നമുക്കറിയാം. അപ്പം ഛന്ദസ് 3 ഉണ്ട്. ഏതിനെല്ലാം എടുക്കാം? വേണമെങ്കിൽ പശുവിനെ എടുക്കാം. പശുവിൽ തൈര് കിട്ടും. ക്ഷീരം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അഗ്നി നമുക്ക് വേണ്ട ഊർജവും പാലിൽ നിന്ന് കിട്ടും. പിന്നെ ഭൂമി എടുത്താലും ഭൂമിക്കും തൈര് എന്ന് പറയുമ്പോൾ അസിഡിറ്റി ഉള്ള ഒരു സംഗതിയാണ്. ഇലക്ട്രോണും ചാർജുമായിട്ട് ബന്ധമുള്ളതാണ്. ചാർജുള്ള കണങ്ങളാണ്. ആസിഡ് എന്ന് പറയുമ്പോൾ അതിന് അസിഡിക് സ്വഭാവം ഉണ്ടാകുന്നത് ഇലക്ട്രോണിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, അല്ലെങ്കിൽ ചാർജ് ഉള്ളത് കൊണ്ടാണ്. അയനൈസ് ചെയ്യുന്ന വസ്തുവാണ്. ഭൂമിയും വൈദ്യുതി എടുക്കുകയും ചെയ്യും. പോസിറ്റീവ് ചാർജിനെ എടുക്കും, നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ഭൂമിയോട് കണക്ട് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഇടിയെല്ലാം ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമി ഇതിനെല്ലാം എടുക്കും. അപ്പം ഭൂമിക്കും ഒരു ചാർജ് പോസിറ്റീവോ ആവാം നെഗറ്റീവോ ആവാനുള്ള ചാർജുണ്ട്. ക്ഷീരം, നമുക്ക് വേണ്ട എല്ലാ വസ്തുവും ഭൂമി തരും. നമുക്ക് വേണ്ട ഊർജ്ജം എല്ലാം ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാൽ ഏറ്റവും അധികം സൂക്ഷ്മമായിട്ട് വരുന്നത് ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ എന്നുണ്ട്, തൈരിൻ്റെ അസിഡിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ഒരു വസ്തു ആസിഡ് ആകുന്നതിന് കാരണം അതിന് ഇലക്ട്രോണിൻ്റെ അംശം കുറയുമ്പോഴാണ്. ഇലക്ട്രോണിൻ്റെ അംശം കൂടുമ്പോൾ ബേസായി മാറും. ഇത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അപ്പം തൈരിൽ അസിഡിക് ക്വാളിറ്റി കാണാൻ കാരണം അതിലുള്ള ഇലക്ട്രോണിൻ്റെ ഒരു പ്രത്യേകത തരത്തിലുള്ള ക്രമീകരണമാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ അസിഡിറ്റിയും ബേസിക് ക്വാളിറ്റി എല്ലാം ഉണ്ടാക്കുന്നത് ഇലക്ട്രോണാണ്. ക്ഷീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്ത് നമുക്ക് വേണമെങ്കിലും അതെല്ലാം ഇലക്ട്രോൺ തരും. അഗ്നി, ഊർജവും പിന്നെ ഇലക്ട്രോൺ തന്നെയാണല്ലോ. ഇലക്ട്രോണിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി. എല്ലാം കത്തുമ്പോഴും ഊർജം വരുന്നതെല്ലാം ആ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഗുണങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് വസ്തുക്കളെ അസിഡിറ്റിക്കും ബേസിക്കും ആക്കും. അതിൽ നിന്ന് ഊർജങ്ങൾ കിട്ടും. നമുക്ക് എന്തെല്ലാം കിട്ടണമോ അതെല്ലാം ഇലക്ട്രോണിൽ നിന്ന് കിട്ടും. ഇലക്ട്രോൺ തന്നെയാണ് ഇനി പ്രപഞ്ചമായി മാറാൻ പോകുന്നത്. ഇനി അടുത്ത സൂക്തത്തിലേക്ക് പോകാം. വേദം മണ്ഡലം 6 സൂക്തം 28-1. ഋഷി ഭരദ്വാജൻ, ദേവത ഗോവ്, ഇന്ദ്രൻ, ഛന്ദസ് ജഗതി, ദൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്. ആ ഗാവോ അക്മന്യുത ഭദ്രമക്രമൻ സീതന്തു ഗോഷ്ടേ രണയന്ത്യസ്മേ പ്രജാവതി പുരുരുപ ഇഹസോർ ഇന്ദ്രായ പൂർവീർ ഉഷസോ ദുഹാന്ത. പല നിറത്തിലുള്ള ഗോക്കൾ നമ്മുടെ തൊഴുത്തിൽ വച്ച് ഇന്ദ്രനായി പാൽ ചുരത്തുന്നു. പല നിറത്തിലുള്ള ഗോക്കൾ നമ്മുടെ തൊഴുത്തിൽ വസിച്ചു ഇന്ദ്രനാൽ പാൽ ചുരത്തുന്നു. പശുക്കൾ പല നിറത്തിൽ നമ്മളെ തൊഴുത്തിലുണ്ട്. ഇന്ദ്രനായിട്ട് ഇന്ദ്രൻ ഈ പശുവിൻ്റെ പാലൊന്നും കുടിക്കുന്നില്ല. നമ്മൾ പിന്നെ ഇന്ദ്രനെ നിവേദിക്കുമെന്ന് വെച്ചാൽ ഇന്ദ്രൻ ആരും പാൽ കൊടുക്കുന്നില്ല, മറ്റുള്ള ദേവതകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ദ്രൻ എന്തുകൊണ്ടാണ്? ഏത് കർമ്മത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ്. ഇവിടെ അപ്പം ഈ പാല് കൊടുക്കുന്ന ദേവതകളിൽ കൊടുത്തൊന്നുമല്ല ഇന്ദ്രൻ. അപ്പം ഇവിടെ ഇന്ദ്രനാണ് വേദങ്ങളിലെ പ്രധാന ദേവത. ഏത് കർമ്മം പൂർത്തീകരിക്കേണ്ട പിന്നിലും ഇന്ദ്രനാണുള്ളത്. ഇന്ദ്രൻ ആ നടക്കുന്ന കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന കക്ഷി ഇലക്ട്രോണാണ്. അപ്പോൾ ഇന്ദ്രനായി പാൽ ചുരത്തുന്നു പറഞ്ഞാൽ ഇന്ദ്രന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും പ്രവർത്തിക്കാനുള്ള, അവിടെ ഇന്ദ്രൻ എന്തെല്ലാം ചെയ്യേണ്ടോ, എന്ത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് വേണ്ടി പിന്തുണ കൊടുക്കുന്നത് ഇലക്ട്രോണാണ്. അത് പല നിറത്തിലുള്ള ഗോക്കൾ നമ്മുടെ പല നിറത്തിലുണ്ട്. ഇലക്ട്രോണിൻ്റെ ആ വ്യത്യാസം അനുസരിച്ചാണ് നിറങ്ങൾ ഉണ്ടാകുന്നത്. നിറങ്ങൾക്കെല്ലാം കാരണം ഇലക്ട്രോൺ ആണെന്ന് നമുക്കറിയാം. വൈദ്യുതിയുടെ ചിലതിലൂട്ടിയെല്ലാം പോകുമ്പോഴാണ് പലതരത്തിലുള്ള നിറങ്ങൾ ഉണ്ടാകുന്നത്. ബൾബെല്ലാം കണ്ടില്ല, പല ബൾബുകളെല്ലാം ഉണ്ട്. അതിലൂടെ പോകുന്നത് വൈദ്യുതിയാണ്, ഇലക്ട്രോണാണ് പോകുന്നത്. അത് പല വസ്തുക്കളുടെ പ്രത്യേകത അനുസരിച്ച് നിറങ്ങൾ പുറത്തേക്ക് നൽകും. അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന പാർട്ടിയും ഇന്ദ്രനാണ്. അപ്പോൾ എന്തെല്ലാം നിറങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം ഈ ഇലക്ട്രോണിൻ്റെ, ഇപ്പം ഇലക്ട്രോൺ തന്നെയാണ്, ഗോ എന്ന ഇലക്ട്രോണാണ് നിറങ്ങൾക്ക് കാരണം, ഇന്ദ്രൻ്റെ കർമ്മങ്ങളിൽ സഹായിക്കുന്നത്. ഞാൻ അടുത്ത സൂക്തത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 28-3. ഋഷി ഭരദ്വാജൻ, ദേവത ഗോവ്, ഇന്ദ്രൻ, ഛന്ദസ് ജഗതി, ദൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്. നതാനശന്തിന ദഭാതി തസ്കരോ നാസാമിത്രോ വ്യധിരാധർഷതി ദേവാം ച യാഭിർ യജതേ ദദാതി ച ജോഗിത്താഭിസജതേ ഗോപതി സഹാം. നമ്മുടെ ഗോക്കൾ നശിക്കാതിരിക്കണേ, കള്ളന്മാർ അവയെ മോഷ്ടിക്കാതിരിക്കണേ, ശത്രുക്കളുടെ ആയുധം അവരുടെ മേൽ പതിക്കാതിരിക്കണേ. ഗോക്കളെ ഇന്ദ്രനു വേണ്ടി നൽകുന്നവൻ
ദീർഘായുസ് ആയിരിക്കണമേ. ഗോക്കളെ ശത്രുക്കൾക്ക് ആക്രമിക്കുവാനോ കള്ളന്മാർക്ക് മോഷ്ടിക്കുവാനോ പറ്റരുതേ. അത് സാധാരണ പശുവിനെ പറ്റി പറയുന്ന ഗോക്കളെ കള്ളന്മാർക്കൊന്നും മോഷ്ടിക്കാൻ പറ്റരുതേ എന്നെല്ലാം പറഞ്ഞാൽ കള്ളന്മാർ അടിച്ചുകൊണ്ടുവെല്ലാം ചെയ്യും. പക്ഷേ ഈ ഇലക്ട്രോണിനെ അങ്ങനെ ആർക്കും ഇന്നേ വൈദ്യുതി മോഷ്ടിക്കുന്നവരുണ്ട്. ആ തരത്തിലും വേണമെങ്കിൽ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ പറ്റരുതേ എന്ന് പറയണം. വൈദ്യുതി മോഷ്ടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇലക്ട്രോണിനെ തന്നെയാണ് മോഷ്ടിക്കുന്നത്. ആ പശുവിനെയാണ് മോഷ്ടിക്കുന്നത് മീറ്ററിൽ കൃത്രിമം കാണിച്ചിട്ട്. അപ്പോൾ ആക്രമിക്കുവാനോ കള്ളന്മാർക്ക് മോഷ്ടിക്കുവാനോ പറ്റും. ആർക്കും അങ്ങനെ ഇലക്ട്രിസിറ്റിയോട് കയറി ആരും ധൈര്യത്തിൽ കളിക്കില്ല. ഒരു കള്ളനും കളിക്കില്ല ധൈര്യപ്പെട്ടിട്ട്. ആ ഇലക്ട്രിസിറ്റിനെ കട്ട് ചെയ്തിട്ടേ വീട്ടിൽ കള്ളൻ കയറുള്ളൂ. ഫോണെല്ലാം കട്ട് ചെയ്യുന്ന ആ ഇലക്ട്രിസിറ്റിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിനൊന്നും പറ്റരുതേ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനം വൈദ്യുതിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗോക്കളെ ഇന്ദ്രന് നൽകിയവർക്ക് ദീർഘായുസ് നൽകണേ. അപ്പം നമ്മൾ വൈദ്യുതി ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രനാണ് അവിടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ വൈദ്യുതി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവർക്ക് ദീർഘായുസ് നൽകണേ എന്ന് പറയുകയാണ്. നമ്മൾ വൈദ്യുതിയെ ബൾബിലേക്ക് കടത്തിവിടുമ്പോൾ അവിടെ ഇന്ദ്രനാണ് അവിടെ ആ വൈദ്യുതി ഉപയോഗിച്ചിട്ട് അതിൻ്റെ നേതൃത്വം ചെയ്യുന്നത്. ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഒരു പ്രേരക ശക്തി, അതിനെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇന്ദ്രനെ കാണണമെന്ന് നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു കർമ്മമെല്ലാം ചെയ്യണമെങ്കിൽ ഒരു മേസ്ത്രി വേണം. ഒരു മേസ്ത്രി ഉണ്ടെങ്കിൽ അതിനെല്ലാം ഏകോപിപ്പിക്കും. ഒരു ഓഫീസിലാണെങ്കിൽ ഒരു സൂപ്പർവൈസർ വേണം. ഏത് സ്ഥാപനത്തിലാണ്, വീട്ടിലാണെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ കൺട്രോളെല്ലാം വേണം. അതേപോലെ ഏത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു പ്രേരക ശക്തിയുണ്ട്. ഈ പ്രേരക ശക്തി സാധാരണ ശക്തിയല്ല. ഈ പ്രേരക ശക്തി എവിടെ നിന്നാണ് വരുന്നത്? പരമാത്മാവ് എന്ന ആ പ്ലാൻ അനുസരിച്ചാണ് വരുന്നത്. ബ്രഹ്മത്തിനൊരു ഒരു കാര്യമുണ്ട്, ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണം. ആ സൃഷ്ടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മളിലൂടെ എല്ലാം നടക്കുന്നത്. ആ കർമ്മത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രേരക ശക്തിയാണ് ഇന്ദ്രനായിട്ട് എടുക്കേണ്ടത്. ആ പ്രേരക ശക്തി ഏതിൽ നിന്ന് വരുന്നതാണ്? പരമാത്മാവെന്ന പ്ലാനിൽ നിന്ന് വരുന്നതാണ്. ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നെല്ലാം നടക്കണം. എന്നിട്ട് ചെടികളിൽ ഭക്ഷണം ഉണ്ടാകണം. അത് മനുഷ്യർ തിന്നിട്ട് വേണം മനുഷ്യർക്ക് ജീവിക്കാൻ, പശുക്കൾക്ക് ജീവിക്കാൻ. അതിനെല്ലാം കർമ്മം പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇന്ദ്രൻ അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മത്തിലും ഏർപ്പെട്ടിട്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രേരക ശക്തി. ആ പ്രേരക ശക്തി പരമാത്മാവിൻ്റെ എന്താണോ പരമാത്മാവിൻ്റെ ലക്ഷ്യം, ലോകാവസാനത്തിൽ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ കർമ്മത്തിന് പിന്നിലും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ഇന്ദ്രനെ കാണണം. അത് കണ്ണും മൂക്കുള്ള ഒരു സംഗതിയൊന്നുമല്ല, ഒരു പ്രേരക ശക്തിയാണെന്ന് നേരത്തെ ഇന്ദ്രനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾ മനുഷ്യരായിട്ട് രൂപത്തിലൊന്നും അതിനെ കണ്ടേക്കരുത്. ഒരു കോർഡിനേറ്റിംഗ് ഫാക്ടർ, ഒരു ഫോഴ്സ്, ഇതിനെയല്ലേ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി. ഏതിനു വേണ്ടിയാണ് ഏകോപിപ്പിക്കുന്നത്? ആ പ്ലാൻ അനുസരിച്ച്. നമ്മളൊരു വീട് വെക്കാൻ ഒരു പ്ലാന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് വീട് പണി പോവും. മേസ്ത്രിക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. ആര് വിചാരിച്ചാലും മാറ്റം വരുത്താൻ പറ്റില്ല. ആ പ്ലാൻ അനുസരിച്ച് എന്നാലും തെരുമറിയെല്ലാം കൊടുത്ത് ഇവിടെ നടക്കും. പക്ഷേ പരമാത്മാവിൻ്റെ ആ സൃഷ്ടിയിൽ അത് നടക്കില്ല. പക്ഷേ പരമാത്മാവിൽ എന്താണോ തീരുമാനിച്ചത് അതിനനുസരിച്ച് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ഈ പ്ലാനാണ് ആ എല്ലാത്തിനും പ്രേരണ. പ്ലാൻ എന്നത് ഒരു ജീവനുള്ള വസ്തുവൊന്നുമല്ല. ഒരു വരച്ചു വെച്ചിരിക്കുന്നത് കല്ലിന് ഇത്ര ഉയരം, ഈ മതിലിന് ഇത്ര ഉയരം വേണമെന്നാണ് ആ ഉയരത്തിലേ കെട്ടാൻ പാടുള്ളൂ. മേശി അതേ കെട്ടും, എന്നിട്ട് അവസാനം അളന്നു നോക്കും. അപ്പം ആ പ്ലാന് വന്നിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷേ പ്ലാനിൽ നിന്നുള്ള ആ ഒരു പ്രേരക ശക്തിയുണ്ട്. അതിനനുസരിച്ച് അപ്പം നമുക്ക് പ്ലാനിന് അത് പ്രേരിപ്പിക്കുന്നൊന്നും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ല. പ്ലാൻ അവിടെ അങ്ങനെ ചുമ്മാ കിടക്കുകയാണ്. പക്ഷേ ചിന്തിക്കുന്നവനറിയാം ആ പ്ലാൻ അനുസരിച്ച് അവിടെ മതിൽ ഉയരും. ആ പ്ലാൻ അനുസരിച്ച് വീട്ടിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാവും. അതിനുവേണ്ടി അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. തിരിമറി നടത്തുന്ന വേറെ കാര്യം, അത് മനുഷ്യരുടെ കാര്യത്തിൽ നടക്കും. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ എന്നത് പരമാത്മാവാണ്. അപ്പം എത്ര ഇലക്ട്രോൺ ഉണ്ടാക്കണോ, എത്ര പ്രോട്ടോൺ ഉണ്ടാക്കണോ, എത്ര ഇലക്ട്രോൺ എങ്ങനെയെല്ലാം കൂടി പ്രവർത്തിക്കണം എല്ലാം തീരുമാനിച്ചതിന് ആ ഉറപ്പ് വരുത്തുന്നതിൻ്റെ പിന്നിലുള്ളൊരു പ്രേരക ശക്തിയുണ്ട്. പ്ലാൻ എന്നതിൻ്റെ പ്രേരക ശക്തിമാരിൽ തന്നെ ഈ പരമാത്മാവിൻ്റെ പ്രേരക ശക്തിനെ കാണണം. അല്ലാതെ അതൊരു കണ്ണുമൂക്കുള്ളൊരു വ്യക്തിയാണ് എന്നൊന്നും ചിന്തിക്കരുത്. അതൊരു പ്രേരക ശക്തിയാണ്. സയൻസ് ഒരു പ്രേരക ശക്തിയാണ്.
തീയും പെട്രോളും കൊടുത്തു കഴിഞ്ഞാൽ തീ പിടിക്കും. അവിടെ സയൻസ് പ്രേരിപ്പിക്കുകയാണ്. അതാണ് സയൻസ്. നമ്മൾ സയൻസ് എന്നത് ഒരു പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തി ഇല്ലാതെ ഒന്നിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചം ഇത്രയും ഭംഗിയായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചാലൊന്നും കാര്യം നടക്കില്ല. അതിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി, ആ പ്ലാനിനനുസരിച്ച് പിന്നാലെ ഒരു പ്രേരക ശക്തി പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഇന്ദ്രൻ. അത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും അത് മനസ്സിലാകും. അതങ്ങനെ തോന്നുന്ന മാതിരി നടന്നു പോകുന്നതാണ്. അതിനെ ആരും നിയന്ത്രിക്കാനൊന്നും ഇല്ല എന്നെല്ലാം ചിന്തിക്കും. അങ്ങനെയൊന്നും അല്ല, അങ്ങനെ പോവില്ല. സയൻസ് അറിയുന്നവർക്കും കാര്യങ്ങളെ പ്ലാനിങ്ങിനെല്ലാം ചെയ്യുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അത്തരത്തിലേ അത് പോകും. അപ്പം ഗോക്കളെ ഇന്ദ്രന് നൽകിയവർക്ക് ദീർഘായുസ് നൽകണേ. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 28-4. നദാ അർവ രേണുക കാടോ അശ്നുദേ ന സംസ്കൃതത്രമുപ യന്തിതാഭി ഉരുഗായമഭയം തസ്യ താ അനുഗാവോ മർത്യസ്യ വിചരന്തി യജ്വനഹാം. യജ്ഞത്തിലേക്ക് വരുന്ന അശ്വങ്ങൾ ഗോക്കളെ സമീപിക്കാതിരിക്കണേ. ഗോക്കൾ സ്വതന്ത്രമായി സഞ്ചരിക്കണമേ. യജ്ഞത്തിലേക്ക് വരുന്ന അശ്വങ്ങൾ ഗോക്കളെ സമീപിക്കാതിരിക്കണേ. ഗോക്കൾ സ്വതന്ത്രമായി സഞ്ചരിക്കണേ. അപ്പൊ ഇലക്ട്രോണ് ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം. ഗോക്കളെ യജ്ഞത്തിലേക്ക് വരുന്ന അശ്വങ്ങൾ ഗോക്കളെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ യജ്ഞത്തിൽ പശു ഒന്നും കയറി വരാൻ പോകുന്നില്ല. അവിടെ കുതിര വന്നിട്ട് ഇനി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഏതിനെ പറ്റിയാ പറയുന്നത്? വൈദ്യുതിയെ പറ്റിയാണ് പറയുന്നത്. അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഊർജമായിട്ടെടുക്കണം. അശ്വങ്ങൾ എന്ന് പറയുന്നത് ഊർജമായിട്ടെടുക്കണം. അപ്പം ഊർജം ഗോക്കളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്. ഒരു കമ്പിയിലൂടെ വൈദ്യുതി പോകുന്നുണ്ടെങ്കിൽ വേറെ വല്ല ഊർജങ്ങളും വന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തരുത്. ഫ്രീ ആയിട്ട് ഇലക്ട്രോൺ വൈദ്യുതിയിലൂടെ കറണ്ട് പോകാൻ സാധ്യത ഉണ്ടാക്കണം. ഗോക്കൾ സ്വതന്ത്രമായി സഞ്ചരിക്കണം. ഒരു കമ്പിയിലൂടെ വൈദ്യുതി സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കണം. യജ്ഞത്തിലെ വേറെ വല്ല വസ്തുക്കളും വരുമ്പോൾ അതിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ ഫ്ലോന് തടസ്സപ്പെടും. അപ്പോൾ മറ്റുള്ള ഊർജങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്താനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ള യജ്ഞത്തിലേക്ക് എന്തെങ്കിലും നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണാണ് അവിടെ പങ്കെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ അടുത്ത് വേറെ വല്ല ഊർജവും വന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചൂട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രോണിൽ നിന്ന് ആ ഭക്ഷണത്തെ മാറ്റുന്ന അതിൻ്റെ ബോണ്ടുകൾ പൊട്ടിച്ചിട്ട് സ്മൂത്താക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വേറെ എന്തെങ്കിലും വൈദ്യുതി കയറിയിട്ട് ഒരു കമ്പി എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം കുളമാവും. അപ്പം നടക്കുന്ന പ്രക്രിയയെ സ്മൂത്താക്കിയിട്ട് പോകാൻ ഈ ഇലക്ട്രോണിനെ അനുവദിക്കണം. മറ്റുള്ള ബലങ്ങൾ വന്ന് ഈ പ്രവർത്തനത്തിൽ തകരാറുകൾ വരുത്തരുത്. ഉദാഹരണമായിട്ട് ഒരു ഇലയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സൂര്യപ്രകാശം വന്ന് വീണിട്ടാണ് സംഭവിക്കുന്നത്. ആ സൂര്യപ്രകാശത്തിൻ്റെ ഇടയ്ക്ക് വേറെ വല്ലതും വന്ന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ആ പ്രക്രിയ അങ്ങ് നിൽക്കും. നമ്മളൊരു സാധനം ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണാണ് അതിൻ്റെ അകത്തുള്ള ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഉണക്കിയെടുക്കുന്നതിൽ ഇന്ദ്രനും കൂടിയിട്ടാണ്. ആ സമയത്ത് തെങ്ങിൻ്റെ ഓലയെല്ലാം വന്നൊന്ന് മറക്കിക്കഴിഞ്ഞാൽ ഈ പ്രവൃത്തി അവിടെ തടസ്സപ്പെടും. അതുകൊണ്ട് മറ്റുള്ള അശ്വങ്ങളൊന്നും ഈ പ്രവർത്തനത്തിൽ തടസ്സം സിദ്ധിക്കാതെ ഗോക്കൾക്ക് സ്വതന്ത്രമായി കർമ്മം ചെയ്യാൻ പറ്റണം. അല്ലാതെ പശുവിൻ്റെ എടുത്ത് മറ്റേ യജ്ഞം നടത്തുന്നിടത്ത് മറ്റേ കുതിരയൊന്നും കയറി വരുന്നൊന്നും ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം ഇലക്ട്രോണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പല രാസപ്രവർത്തനങ്ങളിലെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 28-5. ഗാവോ ഭഗോ ഗാവ ഇന്ദ്രോ മേ അച്ചാൻ ഗാവ സോമസ്യ പ്രഥമസ്യ ഭക്ഷഃ ഇമായ ഗാവ സ ജനാസ ഇന്ദ്ര ഇച്ഛാമി ധൃതാ മനസാ ചിദിന്ദ്രം. ഇന്ദ്രൻ നമുക്ക് യോജിച്ച ഗോക്കളെ നൽകണമേ. ഗോക്കൾ സോമരൂപമായ ഭോജനം നൽകണമേ.
ഗോക്കൾ തന്നെ ഇന്ദ്ര രൂപമാകുന്നു. ഇന്ദ്രൻ നമുക്ക് യോജിച്ച ഗോക്കളെ നൽകണേ. ഇന്ദ്രനാണ് ആ വസ്തുവിലുള്ള ഇലക്ട്രോണിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇന്ദ്രൻ പോയിട്ടാണ് ഒരു അരി വേകുമ്പോൾ ഒരു രാസപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ ഒരാറ്റത്തു നിന്നുള്ള ബോണ്ടുകളെ പൊട്ടിച്ച് ഇലക്ട്രോണിനെ അതിനെ പൊട്ടിച്ച് വേറൊരു മാറ്റം വരുത്തത് ഇന്ദ്രനാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഗോക്കളിൽ ഇലക്ട്രോണിൽ മാറ്റം വരുത്തുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ടാണ് ഇന്ദ്രൻ നമുക്ക് യോജിച്ച ഗോക്കളെ നൽകണേ. അപ്പം ഇന്ദ്രൻ അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും. അല്ലാതെ ഇന്ദ്രൻ വേറെ വല്ലതും ചെയ്ത് കൂട്ടിയാൽ ഭക്ഷണം കരിഞ്ഞു പോകും. അവിടെ വേറെ ഗോക്കളെ ഉണ്ടാക്കിയിട്ട് വേറെ രാസപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ചോറായിരിക്കില്ല, കരിഞ്ഞ വല്ലതുമായിരിക്കും. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് വേണം? ശരിയായ ഗോക്കളെ നൽകണേ. ശരിയായ രാസപ്രവർത്തനം അവിടെ നടത്തണം. അതിനുള്ള ഗോക്കളെ ഉപയോഗിക്കും. ഗോക്കളാണ് രാസപ്രവർത്തനം. കെമിസ്ട്രിയാണ് പറയുന്നത്. കെമിസ്ട്രി നല്ലവണ്ണം പിടിയുള്ളവർക്കേ ഈ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അവ സോമം നൽകണേ. അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഭക്ഷണം, സോമം ഭക്ഷണം കിട്ടുന്നത്. ഇവ ഇന്ദ്രരൂപമാണ്. അപ്പം ഇന്ദ്രൻ എന്നത് യഥാർത്ഥത്തിൽ ഈ ഗോക്കൾ തന്നെയാണ്. ഇന്ദ്രന്റെ രൂപമാണ് ഗോക്കൾ. ഇന്ദ്രനാണ് രാസപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഗോക്കൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഗോക്കൾ ഇന്ദ്രൻ തന്നെയാണ് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം ഇന്ദ്രരൂപം തന്നെയാണ് ഈ ഗോക്കൾ. എല്ലാം നമ്മുടെ പശുക്കളെ പറ്റിയൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 28-6. യൂയം ഗാവോ മേധയഥാ കൃശം ചിദശ്രീരം ചിത്കൃണുധ സുപ്രതീകം ഭദ്രം ഗൃഹം കൃണുധ ഭദ്രവാജോ ബൃഹദ്വോ വയ ഉച്യതേ സഭാസോ. ഗോക്കൾ നമ്മുടെ രോഗമകറ്റുകയും ശരീരം തടിപ്പിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഗോക്കൾ നമ്മുടെ ഗൃഹജീവിതം മംഗളകരമാക്കട്ടെ. യജ്ഞത്തിലൂടെ നിങ്ങൾ നൽകുന്ന അന്നം നമ്മെ യശസ്വികൾ ആക്കട്ടെ. ഗോക്കൾ നമ്മുടെ രോഗമകറ്റുകയും ശരീരവും തടുപ്പിക്കുകയും ചെയ്യട്ടെ. ഗോക്കൾ വേണമെങ്കിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ ശരീരം തടുക്കുന്നു സാധാരണക്കാരന് ചിന്തിക്കാം. അതിലും തെറ്റൊന്നുമില്ല. ഇവിടെ ആ ഛന്തസ്സും കൂടിയും പറഞ്ഞിട്ടുണ്ട്. പാല് കുടിച്ചാൽ ശരീരം തടുക്കും, രോഗം ഇല്ലാതാകും. പക്ഷേ ഇലക്ട്രോണാണ് ശരീരത്തിലെ രോഗമകറ്റുമ്പോൾ രോഗത്തിനെതിരായി പ്രവർത്തിക്കുന്ന അവിടെ പ്രതിരോധ ശക്തിയിൽ പങ്കെടുക്കുന്ന മരുന്നായാലും എന്തായാലും അത് ഇന്ദ്രൻ ഇലക്ട്രോണിനെ ഉപയോഗിച്ചിട്ടുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് അവർ രോഗത്തെ മാറ്റുന്നത്. ശരീരം തടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലെ കോശങ്ങളെ ഇരട്ടിയാക്കിയിട്ട് ശരീരത്തെ വർദ്ധിപ്പിക്കുന്നതിലെ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അത് നടക്കുന്നത്. ശുദ്ധമായ കെമിസ്ട്രിയാണ്. ശരീരം എന്നത് ഒരു ശരിയായ രാസപ്രവർത്തന രസതന്ത്ര ഫാക്ടറിയാണ്. കെമിസ്ട്രി പഠിച്ചാലേ ഇവിടെ ഇപ്പം പറയുന്നത് ഏത് കാര്യങ്ങളാണ്? കെമിസ്ട്രിയും BSc MSc ബയോളജിയിലെല്ലാം വരുന്ന കെമിസ്ട്രിയാണ് ഇവിടെ പറയേണ്ടി വരുന്നത്. ഇനി എൻജിനീയറിങ് വരെ പറയേണ്ടി വരും. ഏത് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടാകുന്നത് എവിടത്തേക്കാണ് പറയാൻ പോകുന്നത്? പണ്ട് ശാസ്ത്രജ്ഞന്മാരെ തലകുത്തി നിന്ന് കണ്ടെത്തിയ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും തേർഡ് ലോവും എല്ലാം ഇവിടെ പറയുന്നത് വേദങ്ങളിലൂടെ. അപ്പം അത് ഉൾക്കൊള്ളണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഗോക്കൾ മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കും. ഇലക്ട്രോണിലൂടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ കൊണ്ടാണ് നാദങ്ങൾ ഉണ്ടാകുന്നത്, ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ റേഡിയോയിലെല്ലാം മ്യൂസിക്കെല്ലാം കേൾക്കുന്നതിൽ അവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ, വൈദ്യുതിയുടെ ഫ്ലോ ഒരു പ്രത്യേക തരത്തിൽ പോകുമ്പോഴാണ് ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഗോക്കൾ എന്ത് ചെയ്യും? ശബ്ദം പുറപ്പെടുവിക്കും. മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഗോക്കൾ നമ്മുടെ ഗൃഹജീവിതം മംഗളകരമാക്കട്ടെ. അല്ലാതെ പശു അവിടെ കിടന്നിട്ട് ഏതോ ഒരു സിനിമയെ കണ്ടമാതിരി മോഹൻലാൽ പറയും രണ്ടും ആദ്യം നല്ല കണ്ടപ്പോൾ എന്ത് നല്ല സുന്ദരമായ ശബ്ദം, കുറേ കഴിഞ്ഞാൽ ഇത്
ഗുണമില്ലാതെ അന്ന് തോന്നിയാൽ ഓ ഇതിൻ്റെ ശബ്ദം കൊണ്ട് ഉറങ്ങാൻ പറ്റാതെയായിട്ട് പറയുന്ന അവസ്ഥയല്ല ഇത്. ഗോക്കളിലൂടെയാണ് മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഗോക്കൾ നമ്മുടെ ഗൃഹജീവിതം മംഗളകരമാക്കണേ. യജ്ഞങ്ങളിലൂടെ നിങ്ങൾ നൽകുന്ന അന്നം നമ്മെ യശസ്വികളാക്കട്ടെ. യജ്ഞങ്ങൾ നടത്തുമ്പോൾ നമ്മൾ യജ്ഞം ചുമ്മാ ചെറിയൊരു ഉദാഹരണം, നമ്മൾ ചോറ് വെക്കുമ്പോൾ യജ്ഞങ്ങളിലൂടെ നിങ്ങൾ നൽകുന്ന അന്നം, യജ്ഞങ്ങളിലൂടെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിലുള്ള ഇലക്ട്രോണുകൾ, അതിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ ബോണ്ടെല്ലാം പൊട്ടിച്ചിട്ട് നല്ല സുന്ദരമായ നല്ല വേവുള്ള ചോറ് തരും. അന്നം നൽകുന്ന അന്നം നമ്മെ യശസ്വികളാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിലൂടെ യജ്ഞം നടത്തിയിട്ടാണ് നമ്മൾ ബഹിരാകാശ നിലയത്തിലേക്ക് വരെ ബഹിരാകാശ നിലയങ്ങളിൽ പോകുന്നതും. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് റോക്കറ്റായാലും എന്തിൻ്റെ പിന്നിലായാലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ ഇലക്ട്രോൺ രസതന്ത്ര തത്വങ്ങളാണ്. നമ്മളെ യശസ്വികളാക്കിയിരിക്കുന്നത് ഈ ഇലക്ട്രോണുകൾ ആണ്. ഇനി അടുത്തത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 28-7. പ്രജാപതി സൂയവസം രിഷന്തി ശുദ്ധ അഭ സുപ്രപാണേ പിബന്തി മാവാസ്തേന ഈശത മാഖശംസ പരിവോഹേതി രുദ്രസ്യ വൃജ്യാം. ഗോക്കൾ സന്താനവതികൾ ആവുകയും മനോഹരമായ തൃണങ്ങൾ ഭക്ഷിക്കുകയും സ്വച്ഛജലം പാനം ചെയ്യുകയും ചെയ്യട്ടെ. അവരുടെ പാലകൻ കള്ളനാകാതിരിക്കണമേ. കശാപ്പുകാരൻ അവരെ ഭരിക്കാതിരിക്കണമേ. പരമാത്മാവിൻ്റെ കാലരൂപമാകുന്ന അസ്ത്രം അവരിൽ നിന്നും അകന്നു പോകട്ടെ. ഇവിടെ ഗോക്കൾ സന്താനവതികളാകുവാൻ മനോഹരമായ തൃണം ഭക്ഷിക്കുകയും നല്ല ജലം കുടിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ഗോക്കളെ വേണമെങ്കിൽ ഗോക്കളായിട്ട് എടുക്കാം. കാരണം ഛന്ദസ് 3 ഉണ്ട്. ഗോക്കൾക്ക് നല്ല കുട്ടികളെ കിട്ടണ്ടെങ്കിൽ നല്ലോണം ഭക്ഷണം തൃണവും ഭക്ഷിക്കട്ടെ, നല്ല ജലം കുടിക്കുകയെല്ലാം ചെയ്യട്ടെ എന്ന് പറയാം. നിങ്ങളുടെ യജമാനനും കള്ളനും കലാശാപ്പുകാരനും ആകാതിരിക്കട്ടെ. അപ്പം ഈ സൂക്തത്തിൽ കള്ളനും കലാശാപ്പുകാരനുമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അറുത്തിട്ട് അല്ലെങ്കിൽ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ്. പരമാത്മാവ് കാലമാകുന്ന അസ്ത്രം നിങ്ങളുടെ നേരെ പ്രയോഗിക്കാതിരിക്കട്ടെ. പരമാത്മാവ് കാലമാകുന്ന അസ്ത്രം നിങ്ങളുടെ നേരെ പ്രയോഗിക്കാതിരിക്കട്ടെ. അപ്പം പരമാത്മാവാണ് ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലുമുള്ളത്. പരമാത്മാവ് ആദ്യം സൃഷ്ടിച്ചത് ഈ ഗോക്കളെയാണ്. അതാണ് നമ്മളിപ്പം സയൻസിലൂടെ കണ്ടെത്തി നിന്നത്. പ്രപഞ്ചം മുഴുവൻ അങ്കീരസുകളെ കൊണ്ടും കണങ്ങളെ കൊണ്ടും നിറഞ്ഞു കിടക്കുകയാണ്. അതിൽ നിന്നാണ് ഇനി നമ്മൾ അടുത്ത ആറ്റത്തിലേക്കെല്ലാം പോകാൻ പോകുന്നത്. ആ ഗോക്കളിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും അവസാനം കാലമാകുന്ന അസ്ത്രം പ്രയോഗിച്ചിട്ട് ഇതിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് തിരിച്ചിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടുപോയി ലയിക്കുമ്പോൾ ഈ ഗോക്കളും എന്താവും? അപ്രത്യക്ഷമാകും. ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായി അങ്കീരസുകൾ ഗോക്കളായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിട്ട് അതിലൂടെ സൃഷ്ടി നടന്ന് ബാക്കി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം പരമാത്മാവ് ആയുധം അയച്ചിട്ട് ഇതിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് എവിടെ കൊണ്ടുപോകും? ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കും. അതോടുകൂടി അന്തരീക്ഷത്തിൽ നിറഞ്ഞ ഈ തരംഗങ്ങളും കണങ്ങളും എല്ലാം ഇല്ലാതെ ആകും. അതാകാതിരിക്കട്ടെ എന്ന അർത്ഥവും ഇവിടെ പറയുന്നുണ്ട്. അല്ലാതെ ഒരു പശുവിനെ കാലം വന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വേദവരികൾക്ക് ഏത് തരത്തിലും 3 തരത്തിൽ ഇവിടെ അർത്ഥമെടുക്കാം. പശുവിൻ്റെ നിലയിലാണെങ്കിലും പശു ചത്തുപോകാകട്ടെ, കാലം വരുമ്പോൾ വേഗം തന്നെ ചത്തുപോകാതിരിക്കട്ടെ. പരമാത്മാവാണപ്പം തീരുമാനിക്കുന്നതെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ത്? ഒരു പശു എപ്പം ജനിക്കണം, എപ്പം ചാണെന്നെല്ലാം പരമാത്മാവിൻ്റെ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രപഞ്ചം സൃഷ്ടി നടക്കുന്ന ആ തത്വം അനുസരിച്ചാണ് ഇവിടെ ഒരു പശു ജനിക്കുന്നതും പശു മരിക്കുന്നതും.
പശുവിൻ്റെ ജോലി ഇന്നെല്ലാം ചെയ്യണം, പാല് കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്തും അതിനെ കൊല്ലുന്നതും ആ പരമാത്മാവാണ്. എപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്? സൃഷ്ടിക്ക് മുമ്പിലാണ് ഈ പരമാത്മാവ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവും ഇവിടെയെല്ലാം നമുക്ക് ഭൂമിയിനെയും വേണ്ടി ഉപയോഗിക്കാം, ഭൂമിയെയും നശിപ്പിക്കാം. ആര്? പരമാത്മാവ്. ഭൂമി ഉണ്ടാക്കി വെച്ചു, ഒരു കാലം വരുമ്പോൾ അസ്ത്രം അയച്ചിട്ട് പശു ഭൂമിയായിട്ട് എടുക്കാം. ഭൂമിനെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം കത്തിച്ചിട്ട് കൊണ്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേദവരികളിലൂടെ എത്ര വിഷയങ്ങളാണ്, 3 ഛന്ദസ്സുകളിലൂടെ 3 വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇലക്ട്രോണാണ്, ഗോക്കൾ എന്ന് പറയുന്ന ഇലക്ട്രോണാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പശുവായിട്ട് എടുക്കാം. കുറച്ചും കൂടിയും കടന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഭൂമിയിനെയും കൂടി എടുക്കാം. 3 എടുക്കാം. 3 ഛന്ദസ്സും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും, കെമിസ്ട്രി വേണ്ടവർക്ക് കെമിസ്ട്രി എടുക്കാം, മറ്റേത് വേണ്ടിക്ക് മറ്റേ എടുക്കാം. ഇനി അടുത്തതിൽ നമുക്ക് ബാക്കി കാണാം.